നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശേന്റെയും ഇഡലിന്റെയും കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് തക്കാളി കുറുമ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. കടായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ചെറിയ കഷ്ണം സ്റ്റോൺ ഫ്ലവർ. ഇതിന് നല്ലൊരു ഫ്ലേവറാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കി ചെയ്യാം. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് പെരിഞ്ജീരകം. ഇതെല്ലാം ചേർത്ത് ഇളക്കി ഫ്രൈ ചെയ്യാം. വേണമെങ്കിൽ ഒരു ബേ ലീഫും കൂടെ ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയിലും ഫ്രൈ ആയി വരുമ്പം ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറാവുമ്പം തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ച ചേർക്കാം, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച ചേർക്കാം, 2 പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് ഇളക്കി വഴറ്റാം. തക്കാളിയും വെന്ത് കുഴഞ്ഞ ഭാഗത്തിനാവുമ്പോൾ ഈ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒഴിവാക്കിയിട്ട് വെള്ളക്കുറുമയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്ത് വരുമ്പം ഇതിലേക്ക് ചാറിന് വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് തീ കുറച്ച് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇനി കറിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5-6 അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇത് 1 ടീസ്പൂൺ വെളുത്ത കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞതാണ്. ഇതിന്റെ കൂടെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ വഴറ്റി വേവാൻ വെച്ചത് ഇപ്പം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി കുറുമ റെഡിയാണ്. ഇതിന് ഇഡലിന്റെ കൂടെ സെർവ് ചെയ്യാം. ഞാനിവിടെ പ്ലേറ്റിൽ 3 ഇഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഈ കറി വിളമ്പാം. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.